അപ്പൊ നമ്മൾ ഇച്ചിരി മോഡിഫൈ ചെയ്തെന്ന് പറയും, സ്ക്രാപ്പ്, നല്ലൊരു കച്ചവടമാണ്. ഖുർആൻ പറഞ്ഞ ലോകമാണ് ഹദീസ്. ആഖിർ കച്ചവടം ഉള്ളാത്ത ബിസിനസ് ഒന്നുമല്ല. അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. എന്താ ഇരുമ്പെന്ന് പറഞ്ഞാൽ എന്താ? കിലോയ്ക്ക് 2 രൂപയ്ക്ക് തൂക്കി വെക്കുന്ന സാധനം. യഥാർത്ഥത്തിൽ ഖുർആൻ ഒരു പേരിടുമ്പോ സ്വർണ്ണത്തിനല്ലേ ഇടണ്ടേ? എന്താ ഇരുമ്പിനെ മാത്രം ഇടാൻ കാരണം? ഞാൻ നിങ്ങൾക്കൊരു പഠനത്തിന്റെ വാതിൽ തുറക്കുക, വേറെ ഒന്നും എന്റെ ലക്ഷ്യമില്ല. മോനെ, ലോകത്തുള്ള സർവ്വലോകങ്ങളും ഭൂമിയിൽ ഉണ്ടാവില്ല. ലോകത്തുള്ള സർവ്വലോകങ്ങളും ഭൂമിയിൽ ഉണ്ടാവില്ല. ഇരുമ്പ് മാത്രം ഭൂമിയുടെ ലോകമല്ല, ഇരുമ്പ് ആകാശത്ത്. ഇരുമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇരുമ്പ് സൗരോർജത്തിന്റെ 10 ഇരട്ടി വേണം ഇരുമ്പ് ഉണ്ടാക്കണമെങ്കിൽ. സൗരോർജത്തിന്റെ 10 ഇരട്ടി ഭൂമി കിട്ടുമോ? ഇല്ല. ഈ ഇരുമ്പ് നിങ്ങളുടെ മക്കൾ പഠിക്കാൻ പോണ ഖുർആൻ ഈ മയ്യത്തിന്റെ അടുത്ത് പോകുന്ന മാത്രമല്ല, ഇത് കണ്ട ശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ ഗുണം. ശാസ്ത്രം കണ്ടുപിടിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഊതി പറയുകയാണ്, അബൂജഹലിനോട് സയൻസ് പഠിച്ചിട്ടില്ലാത്ത, അസ്ട്രോണമി പഠിച്ചിട്ടില്ലാത്ത അബൂജഹലേ, വഅൻസൽനൽ ഹദീദ ഫീഹി ഫൗസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസ്. അബൂജഹലേ, വഅൻസൽനൽ ഹദീദ, ഇരുമ്പിനെ ഞാൻ ഇറക്കുകയാണ്. ഇറക്കണമെങ്കിൽ മുകളിൽ നിന്നല്ലേ ഇറക്കാൻ പറ്റൂ. ഈ ഇരുമ്പിനെ ഞാൻ ഇറക്കിയിൽ നിന്ന് ആകാശത്ത് നിന്നാണെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനയുടെ മുത്തുമോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എത്രയെത്ര അത്ഭുതങ്ങളാണ് 2000 വർഷം മുഴുവനും അരിസ്റ്റോട്ടിൽ പഠിപ്പിച്ചു കൊടുത്ത അബദ്ധങ്ങൾ വിശ്വസിച്ചു പോയ ശാസ്ത്രലോകത്തിനോട് അല്ലാഹുവിന്റെ ഖുർആനാണ് തിരുത്തി കൊടുത്തത്. ഇല്ല ഇല്ല, ഭൂമി സഞ്ചരിക്കുന്നുണ്ട്, സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. എല്ലാ ശാസ്ത്ര സത്യങ്ങളും പറയാനുള്ള സമയം എന്റെ മുമ്പിലില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ചെറുത്തുപദേശം എനിക്ക് പറയാനുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇവിടുന്ന് നോക്കു മനുഷ്യന്മാരെ, അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. വെറുതെ ഭക്ഷണം കഴിച്ച് സുഖിക്കാനല്ല, ഖുർആന്റെ ഭക്ഷണം കഴിക്കും. ഭക്ഷണത്തിൽ തന്നെ ഏറ്റവും നല്ലത് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഏതാ? നിങ്ങൾ കോഴിക്കോടുകാരി പലഹാരം തിന്നുന്ന ആളുകളല്ലേ പറയും. ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ? ആരോഗ്യത്തിന് ഇന്നത്തെ ബിരിയാണി, മുഹമ്മദാക്കട ബിരിയാണി, അൽഹംദുലില്ലാഹ്, അള്ളാഹു തൗഫീഖ് കൊടുക്കും. വളയും വരട്ടെ, 2 പെട്ടെന്ന്. ഇത് ആഖിറത്തിലേക്കുള്ള ഡിപ്പോസിറ്റാണ്, ഭൂമിയിലുള്ള കഴിവ്. അള്ളാഹു നല്ല തൗഫീഖ് കൊടുക്കട്ടെ. ഇത് ചോദിച്ചിട്ട് വന്നല്ല, അവർ കവറിലിട്ട് കൊണ്ടുവന്നതാണ്. വാക്കവിസ്താദ് വരുന്നുണ്ട്, ദുആ ചെയ്യിപ്പിക്കണം, അതിനുവേണ്ടി കൊണ്ടുവന്നതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇത് തരുമ്പോ ഏതാഗ്രഹം മോളെ മനസ്സിലുള്ള അള്ളാഹു സബലീകരിച്ചു തരും. എല്ലാ ദുഃഖങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കി തരട്ടെ, സനിസ്വഭാവികളാക്കി മാറ്റി. അപ്പൊ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഭക്ഷണത്തിന് ഏറ്റവും നല്ല, ആരോഗ്യത്തിന് നല്ല ഏതാ? ഏതാ? വെജാണോ നോൺ വെജാണോ? വെജ്. ഖുർആൻ എന്ന് പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലൂടെ പോവാണ് ബനൂ ഇസ്രായേലുമായി. അപ്പൊ അള്ളാഹു മഞ്ഞ സൽവ ഇറക്കി കൊടുത്തു. മഞ്ഞ സൽവയും എന്ന് പറഞ്ഞാൽ കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേനും, നോൺ വെജ്. ഏതാണ്? കാടപ്പക്ഷിയുടെ ഇറച്ചി കട്ടിത്തേനും. എന്താ സാധനം? നോൺ വെജ്. കുറെ നടന്നപ്പോ ബനൂ ഇസ്രായേൽ പറഞ്ഞു, മൂസ لن نصبر على طعام واحد سورة البقرة فادع لنا ربك يخرج لنا مما تنبت الأرض من بقلها وقثائها وفومها وعدسها وبصلها. അല്ലാഹുവിന്റെ ഖുർആൻ പറയുക, മിൻ ബഖലിഹാ വഖിത്തായിഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. മൂസ, ഞങ്ങൾക്ക് നോൺ വെജ് വേണ്ട, ചീര, പയറ്, ഉള്ളി, പിന്നെ തക്കാളി. ഈ വെജിറ്റേറിയൻ മതി എന്ന് പറഞ്ഞു. ആര്?
ഇത് മോനെ ഖുർആനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് വേറൊരു കഥയിലെ പണ്ടിക്ക് എന്നും ഇങ്ങനെ നീട്ടിപ്പിടിച്ച് വന്നു കേട്ടാൽ മാത്രം മതി, കാര്യം പഠിക്കണ്ടേ. ഞങ്ങൾക്ക് പയറും വെച്ചും മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് മൂസാ നബി ചോദിച്ചു, നിങ്ങൾ എന്താ പറയുക? എന്തിനാണ് മോനെ ഖുർആൻ മറുപടി പറയാത്തത്? ഈ ഖുർആനിലെല്ലാം പരാമർശമാണ്. ഇതെല്ലാം സൂര്യനും കടലും ഭൂമിയിലുണ്ട്. ആകാശവും ഭൂമിയും അതിന്റെ പ്രമേയങ്ങളാണ്. നദിയും കടലും അതിന്റെ ഏറ്റവും വലിയ തരംഗങ്ങളാണ്. സഭയും മറവയും അതിന്റെ പ്രതലങ്ങളാണ്. മക്കയും കുരിശും അതിന്റെ സാക്ഷികളാണ്. കാക്കയും മരംകൊത്തിയും അതിന്റെ അവതാരണ പുഷ്പങ്ങളാണ്. കാക്കയും മരംകൊത്തിയും അതിന്റെ പ്രമേയങ്ങളാണ്. ഭക്ഷണ പദാർത്ഥത്തിന് ഏറ്റവും വലിയ മാനികത്വം കൊടുത്തു. മൂസാ നബി ചോദിക്കുകയാണ്, ബനൂ ഇസ്രായീലേ, നിങ്ങൾക്ക് വെച്ചിന്റെ ഭക്ഷണമാണോ വേണ്ടത്? ഏറ്റവും നല്ല ഭക്ഷണം നൽകിയിട്ട് ഏറ്റവും മോശമായ ഭക്ഷണം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണോ? പക്ഷിയുടെ ഇറച്ചി നിന്നിട്ട് നിങ്ങൾ പച്ചക്കറി മതി എന്ന് പറയുകയാണോ? ഏറ്റവും നല്ല ഭക്ഷണം നോൺ വെജ് ആണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതിനാണ് വാക്കവി വരണത്. ഇങ്ങോട്ട് വാക്ക്. ഇത് ബുഹാരിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് എന്റെ ചിന്തയാണ്. ബുഹാരിയിലൊന്നുമില്ല. ബുഹാരിയിലില്ല, ഇത് മുസ്ലിമിലും ഇല്ല. ഇത് വാക്കവിയുടെ ചിന്തയാണ്, എന്റെ സ്വതന്ത്ര ചിന്ത. ഏറ്റവും നല്ല ഭക്ഷണം നോൺ വെജ് ആണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇയാൾ ഇവിടെ തന്നെ ഇപ്പോൾ ഖുർആൻ തുടങ്ങി നന്നായി. കോഴിക്കോടുകാരൻ ഇറച്ചി നല്ലതാണെന്ന് ഇതേവരെ കോഴിക്കോട് നിങ്ങൾ ഭയങ്കര തീറ്റപ്രിയരാണെന്നല്ല ഇതേവരെ ആളുകൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നു, ഏറ്റവും നല്ല ഭക്ഷണം നോൺ വെജ്. അപ്പൂസ്താനെ കോഴിയിറച്ചി അങ്ങോട്ട് വല്ലാതെ നിന്നാല് ക്യാൻസർ വരും, അറ്റാക്ക് വരും എന്നാണല്ലോ ഫാത്തിമയുടെ ഡോക്ടർ പറഞ്ഞ. അംബുജാക്ഷൻ ഡോക്ടർ അല്ലേ, നല്ല നൈപുണ്യമുള്ള ഡോക്ടർ അംബുജാക്ഷൻ. എന്റെ ചുമ അദ്ദേഹം ഒറ്റ ഡോസ് കൊണ്ട് മാറ്റി. നല്ല ലാളിത്യമുള്ള മനുഷ്യൻ. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ. അള്ളാഹു നല്ല ഹിദായത്ത് കൊടുക്കട്ടെ. എന്റെ പ്രിയ അള്ളാഹു സാലിഹാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ ഇന്ന് ഇവിടെയും കാണും. ഇങ്ങോട്ട് നോക്ക്. അപ്പൊ ഉസ്താദെ, ഈ കോഴിയിറച്ചി നിന്നാല് ക്യാൻസർ വരുന്നല്ലേ പറഞ്ഞത്? എടാ മോനെ, നല്ല നാടൻ കോഴി ഒരെണ്ണം ഏടെ നിന്ന് നിന്റെ ഉപ്പാപ്പാക്ക് ഒരു ക്യാൻസറും വന്നിട്ടില്ല. നീ 40 ദിവസം കൊണ്ട് കുത്തിവെച്ച് ബ്ലോക്ക് കോഴി നിന്നിട്ടല്ലേ നിനക്ക് വന്നത്? നല്ല നാടൻ കോഴി ഇറച്ചി നിന്റെ ഉപ്പാപ്പ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്, 90 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുണ്ട്. അപ്പൊ നല്ല നാടൻ കോഴി ഉപ്പാപ്പാക്ക് നല്ല കുഴപ്പമുണ്ട? ഒരു ധരിക്കണവർക്ക് പയർമാതിരി ഒരു കുഴപ്പമില്ല. അപ്പൊ പ്രശ്നവേദന പ്രശ്നം നമ്മൾ ബ്ലോക്ക് കോഴിയിൽ കുത്തിവെച്ചിട്ട് 40 ദിവസം കൊണ്ടുണ്ടാക്കി സർവ്വവശവും നമ്മൾ മേടിച്ച് കഴിച്ചു. പക്ഷെ ഭക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് നാടൻ കോഴി കടിച്ച ഉപ്പാപ്പയ്ക്ക് പ്രശ്നമില്ല. ഇത് ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറ. സർവ്വസാധാരണ വിഷയം എന്തിനെന്നറിയോ? എന്നെ കേൾക്കാൻ കടിച്ചുകൂടി എന്റെ കരളിന്റെ കച്ചനമായ ചെറുപ്പക്കാരോട് നിന്റെ ഖുർആൻ പഴഞ്ചനല്ല, ഇത് വലിച്ചെറിയേണ്ടതല്ല. ഇത് കാലഘട്ടത്തിന്റെ ഗ്രന്ഥമാണ്. ഖുർആനിൽ സൂറത്തിന്റെ ആ സൂറത്തിന്റെ പേരാണ് സൂറത്തിന്റെ തേനീച്ച. ഒരധ്യായത്തിനുള്ള പേര് വെച്ച് തേനീച്ച. എന്തിനാണ് സഹോദരങ്ങള്? നീലത്തിമിംഗലത്തിന്റെ പേര് പറഞ്ഞുകൂടായിരുന്നു, തിലോസ്വറിന്റെ പേര് വെച്ചുകൂടായിരുന്നു.
തിന്ന തേനീച്ചയെ വിവരമുള്ള മനുഷ്യ നീ എന്തേ കണ്ടുപിടിച്ചില്ല? നിന്റെ മാലിന്യ പബ്ലിക് റോഡിലേക്ക് വലിച്ചെറിയുമ്പോ 14 നൂറ്റാണ്ട് മുമ്പ് നാളെ മുതൽ ഫാത്തിമയിൽ പഠിപ്പിക്കുന്നത് ഇതാണ്. നാളെ ഫാത്തിമയിലെ രാവിലെ പഠിപ്പിക്കുന്നത് ഇതാണ്. അല്ലാതെ വെറുതെ അല്ല, ഇത് ലോകത്തിന്റെ സാംസ്കാരിക ഗ്രന്ഥമാണ്. കണ്ടുപഠിക്ക് വലിച്ചെറിയരുതേ എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലാകണോ? അത് തനി വാദം തന്നെ പറയണോ? പറഞ്ഞാൽ കരയിപ്പിച്ചു പറയണോ? അതായത് കേൾക്കണോ? അവസാനം അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തിരിയാം. അവസാനം ഒടുക്കത്തെ പറഞ്ഞില്ല, ഒടുക്കത്തെ പറഞ്ഞില്ല. കരയണം. കരഞ്ഞില്ല പിന്നെ മനുഷ്യനാവും. തത്ത കരയില്ല, കരടി കരയില്ല, ആന കരയില്ല. കരയുന്നവൻ കരയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താ? ഈ കണ്ണുനീര് കൊണ്ട് സ്വർഗത്തിൽ കണ്ണുനീര്. ചില ആളുകളൊക്കെ ചില എന്താ പറയണേ, ചില ആളുകൾ എന്ന് പറയാൻ പറ്റില്ല, ചില കിടക്കുന്നിടത്ത് തന്നെ വിസർജിക്കുന്ന ചില ആളുകളുണ്ട്. കൂട്ടി തന്നെ പ്രശ്നം വെച്ച് അവിടെ തന്നെ പ്രശ്നം. അവര് പറയും വാക്കവിടെ കരച്ചിൽ നോക്കണ, പൈസ കിട്ടാനുള്ള കരച്ചിലാണ്. ഞാൻ വെല്ലുവിളിക്കുക, ഞാൻ ഗ്ലിസറിൻ തേക്കാതെ ഇവിടുന്ന് കരയട്ടെ. വെല്ലുവിളിക്കാൻ പറയുന്ന ആളുകൾ വാക്കവ് കരയണ, പൈസ പിടിക്കാൻ വേണ്ടി പറയുന്ന ആളുകളല്ലേ. വെല്ലുവിളിക്കുക, നിങ്ങളോട് ഒന്ന് കരയെന്ന് പറഞ്ഞാൽ കരയാൻ പറ്റും, കരയട്ടെ. മോനെ ഈ ഇത് കാൽബിൽ തട്ടാതെ കരയാൻ പറ്റൂല. ചുമ്മാ വിചാരിച്ചാൽ ഈ കണ്ണുനീര്. ഒരു മനുഷ്യൻ ഒരു ദിവസം 3/4 ഗ്രാമേ കരയുന്നതാണ് ശാസ്ത്രത്തിന്റെ കണക്ക്. ലൈസോസൈം എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ജീവശാസ്ത്രം പറഞ്ഞാൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. അത് 3/4 ഗ്രാമേ പോകുന്ന ഒരു ദിവസം. അത് ചോദിക്കണ സമയത്തൊന്നും വരില്ല. അത് കരയിപ്പിക്കണം. എന്ത് വെച്ച് കരയണം? എന്ത് കേട്ടിട്ട് കരയണം? എന്ത് കേട്ടിട്ട്? കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിക്കണം. കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്. നാളെ നരകത്തിൽ മനുഷ്യനെ തീ പിടിപ്പിക്കാൻ കല്ലുകളെ നരകത്തിന്റെ തീയായിട്ട് ഉപയോഗിക്കുമെന്ന് ആയത്തിറങ്ങിയപ്പോ ചെറുപ്പക്കാരെ കരിങ്കല്ലിരുന്ന് കരഞ്ഞു പോയില്ലേ? നബിയോട് ചോദിച്ചു, എന്താ കരയുന്നത്? എന്താ കരിങ്കല്ല്? ആയത്ത് കേട്ട് നബിയെ, നാളെ നരകത്തിൽ മനുഷ്യരായ ദുർമാർഗികളെ തീ പിടിപ്പിക്കാൻ കയറ്റി വെക്കുന്നത് എന്നെയാണെന്ന് ആയത്തിറങ്ങി. ഇനി ഞാൻ എങ്ങനെയാ കരയാതിരിക്കുക? ഖുർആന്റെ ആയത്ത് കേട്ടപ്പോ വനാന്തരത്തിന് മാർഗമില്ലെന്ന് നമ്മൾ പറയുന്ന കരിങ്കല്ലിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത് കൽബിന്റെ കരച്ചിലാണ്. ഇത് പൈസ വിൽക്കാനുള്ള കരച്ചിലല്ല, ഇത് ആർഭാടത്തിന്റെ കരച്ചിലല്ല. ഇത് കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനമാണ്. ഇത് ഖുർആന്റെ വിജ്ഞാനമാണ്. കരിങ്കല്ലിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അല്ലാഹു പറഞ്ഞു, നബിയെ, ആ കരഞ്ഞത് കാരണത്താൽ ഈ കരിങ്കല്ലിനെ നാളെ നരകത്തിൽ ഞാൻ ഇടില്ലെന്ന് പറയും നബിയെ. നരകമോട്ട് കരഞ്ഞത് കൊണ്ട് ഈ കരിങ്കലിന് മാത്രം, ലോകത്തുള്ള സർവ്വ കരിങ്കലിനെ ഈ നരകത്തിൽ ഞാൻ മനുഷ്യരെ തീപിടിക്കാൻ വെക്കും. എന്റെ നരകത്തിൽ ആയത്തോട്ട് ഈ കരിങ്കല്ല് കരഞ്ഞു, ആ ഒരൊറ്റ കരിങ്കല്ല് നരകത്തിൽ ഇടില്ലെന്ന് പറയും നബിയെ. ഹബീബായ നബി ആ കരിങ്കല്ലിനെ തലോടിയിട്ട് പറഞ്ഞു, കരിങ്കല്ല് നീ ഭയക്കണ്ട, നിന്നെ അന്ന് നരകത്തിൽ ഇടില്ല എന്ന് പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ കരിങ്കല്ലിൽ നിന്ന് പിന്നെയും കരയുകയാണ്. എന്റെ കരയുന്നതെന്തിനാ? നബിയെ, ഞാൻ ആദ്യം കരഞ്ഞത് എന്നെ അല്ലാഹു നരകത്തിലിടുമല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ കരഞ്ഞതാണ് നബിയെ. പിന്നെ ഇപ്പൊ കരയുന്നത് എന്തിനാ? നരകത്തിൽ തന്നെ മോചിപ്പിച്ച എന്റെ റബ്ബിനോട് നന്ദിയായിട്ട് ഞാൻ കരയുകയാണ് തിരുദൂതരെ. ഇതാണ് കരിങ്കല്ലിനെ കരയിപ്പിക്കുന്ന വിജ്ഞാനം. ഖുർആൻ കേട്ടിട്ടാണ് കരിങ്കല്ല് കരഞ്ഞു പോയിട്ടുള്ളത്. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. എന്റെ പൊന്നു ചെറുപ്പക്കാരെ, ഈ ആർഭാടത്തിനോട് വിട പറയണം, ഈ സുഖബോധങ്ങളോട് വിട പറയണം.
എന്നിട്ട് ഖുർആൻ എന്ന ലോകത്തിന്റെ മാനവീയ ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജമ്മു കാശ്മീരിലെ കലാപമുണ്ടായി. പിറ്റേ ദിവസം ജമ്മു കാശ്മീരിലെ കർഫ്യൂ ആണ്. ഈജിപ്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. ലോകത്താദ്യമായിട്ട് കർഫ്യൂ പ്രഖ്യാപിച്ചത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇങ്ങോട്ട് നോക്കി ഞാൻ പറഞ്ഞത് ഇങ്ങടാ. ഈജിപ്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു. ആദ്യമായിട്ട് കർഫ്യൂ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ലോകത്തോട് പറഞ്ഞതാരാ? ഖുർആൻ. ഖുർആൻ എന്ത് പറയുന്നു? ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ഓ നബിയേ പറയുക, ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ സൗഹൃദത്തിന് വേണ്ടിയല്ലാതെ ആൾക്കൂട്ടം ഒരുമിച്ച് കൂടുന്ന പറയേ തിരുദൂതരെ. ആദ്യമായിട്ട് കർഫ്യൂ പ്രഖ്യാപിച്ചു കൊടുത്തു വിശുദ്ധ ഖുർആൻ. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ജനങ്ങൾക്ക് നന്മ ഉണ്ടാകുന്നതിന് ഒരുമിച്ച് കൂടാൻ പാടും, അല്ലാത്തത് ഒരുമിച്ച് കൂടാൻ പാടില്ല. കർഫ്യൂ ലോകത്താദ്യമായി ജനസംഖ്യ പറഞ്ഞത് ഖുർആനാണ്. പെട്ടെന്ന് പറയാം, യൂനുസ് നബിയെ 1,00,000 ആളുകളിലേക്കാണ് ഞാൻ നിയോഗിച്ചത്. ഒരു രാഷ്ട്രത്തിന്റെ ജനസംഖ്യ നിർണ്ണയിക്കണമെന്ന് ലോകത്താദ്യം പഠിപ്പിച്ചത് ഈ ഖുർആനാണ്. ഇതാണ് അവർ പഠിക്കാൻ പോവുക. ഈ പഠിക്കാൻ വേണ്ടി മക്കളെ വിട്ടവർ പച്ചപ്പൊട്ടന്മാര് ആണ്. ഇവര് പച്ചപ്പൊട്ടന്മാര് അല്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഈ ഖുർആനെ യഥാവിധി പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊച്ചി മെട്രോയാണ്. സ്മാർട്ട് സിറ്റി. ഒരു സിറ്റി സ്മാർട്ട് ആയിരിക്കണമെന്ന് ലോകത്താദ്യം പറഞ്ഞ ഒരു നഗരത്തെ പരിചയപ്പെടുത്തിയ ഖുർആനാണ്. സമയമില്ലല്ലോ മക്കളെ, സമയമില്ലല്ലോ. يعملون له ما يشاء من محاريب وتماثيل ودفان كالجواب وقدور الراسيات. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസ് പട്ടണത്തെ പണിതപ്പോ നാടുപാട് പ്രതിമകളും ചിത്രങ്ങളും സൗകര്യങ്ങളുമായ ഒരു പുതിയ നഗരം പണിതെന്ന് വിശുദ്ധ ഖുർആൻ. ഒരു സിറ്റി സ്മാർട്ട് ആയിരിക്കണമെന്ന് ആദ്യം പരിചയപ്പെടുത്തിയ ഖുർആനാണ്. ഇനി വല്ലതും പറയണം? സ്മാർട്ട് സിറ്റി ആദ്യമായിട്ട് പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഭക്ഷ്യവിഷബാധ പാടില്ലെന്ന് പറഞ്ഞു ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സരിത വിളിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു വിശുദ്ധ ഖുർആൻ. ഫലാ തഖ്ലഇന ബിൽ ഖൗൽ വയഖറഉൽ ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. ടെലിഫോണിലൂടെ പെണ്ണിനോട് സംസാരിക്കരുത് എന്ന് ലോകത്തോട് ആദ്യം പറഞ്ഞു കൊടുത്തു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അത് ആഖിറത്തിലും തെറ്റാണ്, ദുനിയാവിൽ അതിനേക്കാൾ ഇടങ്ങേറാണ്. അതിന്റെ രാഷ്ട്രീയമാനമൊന്നും അതിലില്ല. ഞാൻ ഇപ്പം നടക്കുന്ന കാര്യം, ഇനി ഇപ്പം നടക്കുന്ന ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെ. അതോടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹാഫിളുകളുടെ ഈ കഥ അവസാനിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ഖുർആൻ പറയുന്ന ഒരു അത്ഭുതങ്ങളുടെ കലവറ തുറക്കട്ടെ. ഉറക്കം വരിക വേണോ വേണ്ട, അത് നിർത്തണോ? വേണമെന്നുള്ളൊരു കൈവക്ക്. മിടുക്കന്മാർ താത്തയുടെ ഉറക്കം പോയില്ലേ? ഇപ്പൊ ലോകത്ത് ഖുർആൻ പറഞ്ഞു, ഖുർആൻ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് അള്ളാഹുനാക്കി തരട്ടെ. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെ ഇങ്ങോട്ട് നോക്കി, ഇത് നിങ്ങൾക്ക് ഉപയോഗമുള്ള, നിങ്ങൾ ഇതെന്താ കാര്യം? ഇവർക്ക് ഈ കുക്കറി ഷോ കാണുന്നത് നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാം? കേരളത്തില് കഴിഞ്ഞ 2012 കേരളത്തില് നെറ്റ് ഉപയോഗിക്കുന്ന പെണ്ണുങ്ങൾ ഏറ്റവും നെറ്റിൽ സെർച്ച് ചെയ്തത് എന്തെന്നറിയോ? പട്ടുസാരി എങ്ങനെയാണ് ഉടുക്കുന്നത്, നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ചോക്ലേറ്റിന്റെ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. 2012 നെറ്റ് ഉപയോഗിച്ച ഏറ്റവും കേരളത്തിലെ പെണ്ണുങ്ങളെ സെർച്ച് ചെയ്തത് സാരി ഉടുക്കുന്ന വിധമറിയാനാണ്. അപ്പൊ ഈ പെണ്ണ് എന്നും അവർക്ക് ഇത് തന്നെ ജോലി. എന്നാൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ ഖുർആന്റെ ഹിസ് കിട്ടും. ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാൻ നെറ്റിൽ എത്ര പേര് നോക്കുന്നുണ്ട്? 2012 പെണ്ണുങ്ങൾ നെറ്റിൽ ഏറ്റവും കൂടുതൽ നോക്കിയെന്താ? സാരി എങ്ങനെ ഉടുക്കാം, ചോക്ലേറ്റിന്റെ കേക്ക് എങ്ങനെ ഉണ്ടാക്കാം,
നൂഡിൽസിന്റെ വൈവിധ്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഭർത്താവിനെ അറിയാതെ വിളിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഏതൊക്കെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ ഒരു അത്ഭുതം പറഞ്ഞ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഫാത്തിമയുടെ ഹിഫ്ദ് ഖുർആനക്കാട് ഇവിടെ സദസ്സ് പിരിയ പോരെ. ഇപ്പൊ ഉസ്താദ് ഇപ്പൊ നടക്കുന്ന അത്ഭുതം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനാണ് മറുപടി പറയുക. ഇതെന്റെ അനുമാനമാണ്, എന്റെ ചിന്തയാണ് എന്ന് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാനിനി മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അണ്ടിക്കോട് ഉണ്ടാവും. അണ്ടിക്കോടുമായിട്ടുള്ള എന്റെ ബന്ധം തുടങ്ങുകയാണ്. കോഴിക്കോട് പ്രസംഗത്തിന് ബുക്ക് ചെയ്യാൻ എന്നെ കാണാനുള്ളവരൊക്കെ മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ അണ്ടിക്കോട് ഉണ്ടാവും. ഇവിടെ ഫാത്തിമയുടെ ഓഫീസിൽ വന്നോളൂ. അള്ളാഹു ബന്ധം നിലനിർത്തി തരട്ടെ. അപ്പൊ എങ്ങനെയാണേലും മാസത്തിൽ 2 പ്രാവശ്യം ചിലപ്പോ എന്നും വരും ഫാത്തിമയിലുണ്ട്. അള്ളാഹു ബന്ധം നിലനിർത്തി തരട്ടെ. എല്ലാവരും എന്നോട് ഉസ്താദ് ഇതെന്താ ഇവിടെ വന്ന് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ നന്മകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമിയിൽ ഖുർആൻ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാന്നറിയോ? സൂറത്തുൽ കഹ്ഫ്. അതെല്ലാ വെള്ളിയാഴ്ച ഓതാനും നമ്മളോട് പറഞ്ഞു. فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇൽമ പഠിക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു വിട്ട് ഖിളർ നബിയുടെ അടുക്കൽ ബഹുമാനപ്പെട്ട ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ് ഖിളർ നബി. ഹയ്യാനി ഫിൽ അർദി ഖദറന ثم ഇല്യാസ് വബിസ്സമാഇ കദാ ഈസാ വഇദ്രീസ്. ഹയ്യാനി ഫിൽ അർദി ഖദറന ثم ഇല്യാസ് വബിസ്സമാഇ കദാ ഈസാ വഇദ്രീസ്. എന്നെ ഇവിടെ കേൾക്കാനെത്തിയ ചെറുപ്പക്കാരെ നിരാശരാകണ്ട. ഈ ഒരു സമവാക്യമായിട്ട് തിരിച്ചു പോവുക. ഈ ഭൂമിയിലെ 2 പ്രവാചകന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം, 2 ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇല്യാസ് അലൈഹിസ്സലാത്തു വസ്സലാം. 2 പ്രവാചകന്മാർ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 2 നബിമാർ, ഒന്ന് ഖദർ നബി, 2 ഇല്യാസ് നബി. 2 പ്രവാചകന്മാർ ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. ഒന്ന് വഫിസ്സമാഇ കദാ ഈസാ വഇദ്രീസ്. ഒന്ന് ഈസാ നബി. ഒരു സഹോദരൻ ഇപ്പോൾ എന്റെ ഒരു പേപ്പർ തന്നത് ഈസാ നബി ലോകാവസാനത്തിന് മുമ്പ് ഇറങ്ങി വരുമെന്ന് തെളിവ് വല്ലതും ഉണ്ടോന്നാണ്. തെളിവ് ഒത്തിരിയുണ്ട്, ഖുർആനിലുണ്ട്, ബൈബിളിലുണ്ട്. ഞാൻ പോകായികയാൽ സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരികയില്ല. ദ ഗോസ്പൽ അക്കോർഡ് ഓഫ് മത്തായി നബിയുടെ വരവിനെ കുറിച്ച് ഒരു ഈസാ നബി പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ ലോകാവസാനത്തിന്റെ 2ാം ഭാഗത്തിലും ഇപ്പൊ ആലുവ പ്രഭാഷകരുടെ ഈസാ നബിയുടെ 2ാം വരവും ഇമാം മഹ്ദി എന്നൊരു പ്രഭാഷണത്തിന്റെ കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. അത് വാങ്ങിച്ച് തൽക്കാലം കേൾക്കുക. സംശയമുള്ള ഞാനുമായിട്ട് ബന്ധപ്പെടും. ഇപ്പൊ അത് പറയാൻ ഇവിടെ സമയമില്ല, സമയം തരും. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വരുമ്പോൾ അങ്ങനെ ചോദിക്കട്ടെ, സംശയങ്ങൾ ചോദിക്കണം. അവിടെ നിന്നാണ് പഠിക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഭൂമിയിൽ 2 പ്രവാചകർ, ഒന്ന് 2 അപ്പൊ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഖിളർ നബി ഉണ്ടെങ്കിൽ ഉണ്ടാവേണ്ടതല്ലേ, നമ്മൾ കാണണ്ടേ? എവിടെയാ ഖിളർ നബി? ഖിളർ നബി വരും ചില സ്ഥലത്തൊക്കെ. വരുന്ന സ്ഥലവും ഞാൻ പറഞ്ഞു. ഖിളർ നബി വരും. അല്ലാഹു കാണാൻ തോൽപ്പിക്കുന്നത്. ഖിളർ നബിയെ കാണണോ? ഖിളർ നബിയെ കാണണോ? കൈവൊക്കെ കണ്ടവരൊക്കെ അവസാനം വരെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കൈവൊക്കിട്ട് കാര്യമില്ല. വള അതും കൈവൊക്കെ നബിയെ കാണുന്നുണ്ട്. വളയിട്ടോണ്ട് പോയ നബി വരൂല്ല. ആ വളയിട്ട് തന്നിട്ട് പോലെ നബി. ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ ഇപ്പൊ ജീവിച്ച് ഇപ്പൊ നമ്മൾ പോകാത്ത ലോകമല്ലോ. അബ്ദുല്ലാ സാഹിബ് എത്ര നാട്ടിൽ പോയിട്ടുണ്ട്? എത്ര രാജ്യത്ത് പോയിട്ടുണ്ട്? 54. സുബ്ഹാനല്ലാഹ്. ഇനിയും പോകാൻ അല്ലാഹു തൗഫീഖ് നൽകി. പോകണം, കാണണം. ലോകത്ത് പോകുമ്പോഴാണ് നമ്മൾ ഖുർആന്റെ വിജ്ഞാനം പഠിക്കുക. അദ്ദേഹത്തിനോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തുർക്കിയിൽ പോകേണ്ടത്. ഞാൻ എല്ലാം ശരിയാക്കി ഇറങ്ങി പോകാൻ അദ്ദേഹം മുസ്തഫ ഉദവി ഞാനിവിടെ തുർക്കിയിൽ പോകേണ്ടത്. ഞാൻ യാത്രയ്ക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ തയ്യാറാക്കി. എന്റെ ഉമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ. അബ്ദുല്ലാ സാഹിബിനോട് എനിക്ക് വരാൻ പറ്റില്ല. ഉമ്മ അവിടെ കിടക്കുമ്പോ എങ്ങനെയാ തുർക്കി പോയ സമാധാനം വരും? പോയില്ല. അല്ലെ ഞാനും പോയാൽ അല്ലാഹു ഇനി പോകാൻ തൗഫീഖ് നൽകണം.
പറഞ്ഞാൽ ചെയ്യണമല്ല. അള്ളാഹ് വാഹിദ്, അബു വാഹിദ്, കലാം വാഹിദ്. അള്ളാഹ് ഒന്ന്, വാപ്പ ഒന്ന്, വാക്ക് ഒന്ന്. അതാണ് പോളിസി. മനസ്സിലാക്കി. ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലുണ്ടെങ്കിൽ കാണണ്ടേ? എവിടെയാ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞു, മൂസാ ഖിദറിനെ തേടി പോവുക. അല്ലാഹുവേ, ഖിദർ നബി എവിടെയാണെന്ന് ഞാൻ എങ്ങനെ അറിയും? അല്ലാഹു പറയാണ്, മൂസാ, രണ്ട് സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്നത് എവിടെയാണോ അവിടെ എത്തുമ്പോൾ നിനക്ക് ഖിദറിനെ കാണാൻ കഴിയുമല്ലോ. ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞതായി വിശുദ്ധ ഖുർആൻ. ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബിയും ഭൃത്യനായ യൂസുഫ് കൂടി നടക്കാൻ തുടങ്ങി. അവരുടെ കയ്യിൽ ഒരു മീനുണ്ട്. പൊരിച്ച മീൻ. ഏത് മീൻ? പൊരിച്ച മീൻ. ആ മീൻ കൂടെ ഇട്ടോണ്ടാ പറയാം. ചുരുക്കി പറയാം, പോകുന്ന വഴിയിൽ ഈ മീൻ എവിടെ വെച്ച് കാണാനാകുന്നു അവിടെ നിങ്ങൾ ഖിദർ നബിയെ തേടിക്കൊള്ളുക. കടലിന്റെ സൈഡിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. കടപ്പുറം ഒരു വലിയ അത്ഭുതമുണ്ട്. കടലിന്റെ തീരത്താണ് എല്ലാ മഹാന്മാരും ജീവിച്ചത്. കടപ്പുറത്താണ് വിലായത്തിന്റെ മിക്ക അഖിലുകാരും ജീവിച്ചിരുന്നതും ഒഫാത്തായിരുന്നു കടപ്പുറം. മമ്പുറം നിങ്ങൾ എവിടെയാണ്? വെളിയമ്പോൾ ഇബ്രക്കാൽ എവിടെയാണ്? മുനമ്പമ്പി എവിടെയാണ്? മാലിക് ദീനാർ എവിടെയാണ്? 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 എന്ന റൗളയിൽ പാടിയ വെളിയമ്പോടെ തങ്ങൾ വഫാത്തായത് എവിടെയാ? കടപ്പുറത്താണ്. കാരണം കടലിനൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും നല്ല ഹലാലായ ഭക്ഷണം കിട്ടുന്നത് കടലിൽ നിന്നാണ്. അതിന്റെ പ്രത്യേകത എന്താ? മഹാമാരി കടപ്പുറം ഏറ്റവും ഹലാലായ ഭക്ഷണം കിട്ടുന്നവരെന്ന കടലിൽ നിന്ന് മീൻ അതിനകത്ത് ആരും കൊണ്ട കുട്ടികൾക്കുള്ളൂ. അതിവിടെ വരെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് പിന്നീട് ചെയ്യുന്നത്. ഹലാലായ ഭക്ഷണം കിട്ടുന്നവിടെയാ മീൻ. പോത്തിറച്ചിയാണെങ്കിൽ പോലും മിക്കവാറും എരുമയായിരിക്കും. എന്റെ പൊന്നു സഹോദരൻ, അപ്പൊ ഹലാലായ ഭക്ഷണം കഴിക്കാൻ മഹാന്മാർ കടപ്പുറത്ത് തേടിയിട്ടുണ്ട്. ഖിദർ നബി മഹാനാണ്. ഖിദർ നബിയെ നോക്കിപ്പോയത് കടപ്പുറത്തുകൂടിയാണെന്ന് വിശുദ്ധ ഖുർആൻ. പോയി അവസാനം മീനിനെ നഷ്ടപ്പെട്ടു. നോക്കി മൂസാ നബി വെച്ച് മീൻ എവിടെ? യൂസഫ് ചുരുക്കാൻ പറയുക. നോക്കിയപ്പോ മീനിനെ കാണാനില്ല. മീൻ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹ് പറഞ്ഞു, കുറച്ചുകൂടി നടക്ക്. പുറകോട്ട് നടന്നപ്പോ ഒരു കടലിന്റെ ഭാഗത്തെത്തി. കടലിന്റെ ഭാഗത്ത് മൂസാ നബി കടലിന്റെ ഉള്ളിലൂടെ ഇറങ്ങി. കടലിന്റെ ഉള്ളിലൂടെ ഒരു വഴി. കുറെ നടന്നു പോയപ്പോൾ കടലിന്റെ ഉള്ളിലെ ഒരു ദ്വീപിലിരിക്കുന്നു ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ബഹുമാനപ്പെട്ട കടലിന്റെ ഉള്ളിലെ ഒരു ദ്വീപിലിരിക്കുന്നു ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി ഖിദർ നബിയെ കണ്ടത് കടലിന്റെ ഉള്ളിൽ വെച്ച്. അപ്പൊ ഏതൊരാളും ചോദിക്കും, ഖിദർ നബി എന്ന പ്രവാചകൻ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത്രയും വലിയ റഡാറുള്ള അമേരിക്ക, പെന്റഗണിൽ IBM കമ്പനി നിർമ്മിച്ചു കൊടുത്ത അമേരിക്കയുടെ റഡാറിന്റെ പവർ എന്ന് പറഞ്ഞാൽ, അമേരിക്കയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ കേരള സംസ്ഥാനത്തിലെ കോഴിക്കോട് ജില്ലയിലെ അണ്ടിക്കോടുള്ള ഒരാൾ അയാളുടെ വീട്ടിലെ ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി ഡ്രസ് മാറുമ്പോൾ അവൻ ഇട്ടിരിക്കുന്ന അടിവസ്ത്രത്തിന്റെ കളർ പോലും അമേരിക്കയിലെ IBM കമ്പനിയുടെ റഡാറിൽ തെളിഞ്ഞു കാണും. മനസ്സിലായോ? അത്രയ്ക്ക് പവറാ റഡാറിന്, പെന്റഗന്റെ റഡാറിന്. അണ്ടിക്കോട് കുളിക്കണവന്റെ ആടിവസ്ത്രത്തിന്റെ കളർ വരെ അമേരിക്കയുടെ റഡാറിൽ കാണും എന്ന് പറഞ്ഞിട്ടാണ് അവന് ഇടാതിരിക്കുന്നത്. അതാണ് അതിന്റെ പവർ. അപ്പൊ ഒരു വിദ്യാർത്ഥിക്ക് ചോദിക്കാം, കബീർ മുസ്ലിയാരെ, നിങ്ങൾ ഇങ്ങനെ ഖുർആനെ കുറിച്ച് പറഞ്ഞാൽ ഇതെന്നാ കാണേണ്ടതല്ലേ? ഒരു പ്രവാചകനാണ്. കിട്ടിയാൽ നമ്മൾ വിടുവോ? ഒരു നബിയെ കിട്ടിയാൽ വിടുവോ? അങ്ങനെയാണ് ചോദ്യമെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ ചോദിക്കട്ടെ, അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ഇന്നേ വരെ പിടികിട്ടാത്ത നെടുകൂടെയല്ലേ ബർമുഡാ ട്രയാങ്കിൾ? ഏതാ ബർമുഡാ ട്രയാങ്കിൾ? ഏതാ? അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ഏതാണ്ട് 5000 കിലോമീറ്ററുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 ദ്വീപുകളുടെ ഫ്ലോറിഡ മുതൽ പോർട്ടോറിക്കോ വരെ വീതിച്ചു കിടക്കുന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപ് സമുച്ചയമല്ലോ.
ചോദിക്കുന്നത് ഇതേപോലെ അത്ഭുതം അറിയില്ല. അത് കാന്തിക വലയമാണോ അതല്ല മാർക്കറ്റിന്റെ പവറാണോ? ആളുകൾ പറയുന്ന ചില അഭൗതിക ജീവികൾ അവിടെ ജീവിക്കുന്നുണ്ട്. അവരുടെ ലീലാവിലാസമാണ് പറയുമ്പോ എവിടെയാ നബി എന്ന് ചോദിച്ചാൽ നീ കണ്ടിട്ടില്ലല്ലോ. ഒരു ദ്വീപിന്റെ നടുക്കിലല്ലേ നബിയെ കണ്ടത്. ഒരു പ്രവാചകൻ വിളിച്ചു നിൽക്കാൻ, ഒരു പ്രവാചകനെ പാർക്കാൻ ഈ ഭൂമിയിൽ എത്ര വലിയ എത്രത്തോളം വലിയ സൗകര്യമാ പണച്ചറപ്പൊരുക്കിയിരിക്കുന്നത്. ഈസാ നബി ആകാശത്തിൽ ജീവിക്കുന്നെങ്കിൽ ആ പ്രവാചകൻ എവിടെയാ? യൂറികകാരൻ കണ്ടില്ലല്ലോ, ആംസ്ട്രോങ് കണ്ടില്ലല്ലോ, ആരും കണ്ടില്ലല്ലോ. ഇതേവരെ ബഹിരാകാശത്ത് പോയിട്ട് ഈസാ നബിയെ എവിടെയാ? ഈസാ നബി എവിടെയാ? ഈസാ നബി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നമോനെ, ഈ സൗരയൂഥത്തിലൊരു ഗ്രഹമുണ്ട്. ആ ഗ്രഹത്തിന്റെ പേര് ശനി എന്നാണ്. 14 ഉപഗ്രഹങ്ങളുമായി ഒരു ഗ്രഹം, 13 പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, ഒരെണ്ണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, 114,88,00,000 അകലെയുള്ള സൂര്യനെ ലക്ഷ്യമാക്കി 14 ചന്ദ്രന്മാരെയും കൊണ്ട് ശരി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. അതിന്റെ ഏതെങ്കിലും ഒരു ഉപഗ്രഹത്തിൽ ഈസാ നബിക്ക് താവളം ഒരുക്കുക. പടച്ചറപ്പിന്റെ സൗകുമാര്യത്തെ വിലമതിക്കാൻ കഴിയോ? അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്, മനുഷ്യ നീ കണ്ടതല്ല, ഈ നബി ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പ്രയാഗലിന്റെ ഏറ്റവും വലിയ രഹസ്യം എന്താ? അത്ഭുതങ്ങളുടെ കലവറ എന്ന വിഷയത്തിന്റെ സമാപനം കുറിച്ച് ഞാൻ പറയുകയാ. ശാസ്ത്രജ്ഞന്മാരുടെ ഉറക്കം കെടുത്തിയ ഏറ്റവും വലിയ സമസ്യയ്ക്ക് പൂരണങ്കാരാ ഈജിപ്ഷ്യൻ ഡോക്ടറായ ഡോക്ടർ മുസ്തഫ കെഞ്ചൂരി. അദ്ദേഹം പറയുകയാണ്, എന്റെ അടുക്കലേക്ക് ഒരു ജിന്ന് കടന്നു വന്നു. മനുഷ്യനും ജിന്നുമായി സംസാരിക്കാൻ പ്രശ്നമില്ല. മനുഷ്യനും ജിന്നും തമ്മിൽ സംസാരിക്കാൻ കഴിയുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുസ്തഫ കെഞ്ചൂരി എന്ന ഡോക്ടർ, മുസ്തഫ കെഞ്ചൂരി എന്ന ഈജിപ്ഷ്യൻ ഡോക്ടർ, ഇതിൽ നെറ്റിൽ ലഭ്യമാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. പട്ടുസാരി എടുക്കാനല്ല ഖുർആൻ പഠിക്കുക. ആ ജിന്ന് പറഞ്ഞു ഡോക്ടർ മുസ്തഫ കെഞ്ചൂരിയോട്, ഈ ബർമുഡ ട്രയാങ്കിൾ ജിന്നുകളുടെ താമസ സ്ഥലമാണ്. അതിന്റെ മുകളിലൂടെ പറന്നു പോകണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് പറക്കാൻ കഴിയുമെന്ന്. കാരണം ഖുർആൻ പഠിച്ചവനെ പിശാചിനെ സ്വാധീനിക്കാൻ കഴിയില്ല. ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്ത് ബർമുഡ ട്രയാങ്കിൾ പറക്കാൻ കഴിയുമെങ്കിൽ സഹോദരങ്ങളെ, ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഡോക്ടർ മുസ്തഫ കെഞ്ചൂരി ഈജിപ്ഷ്യൻ പണ്ഡിതനാണ്. ജിന്ന് വന്നിട്ട് പറഞ്ഞു, ബർമുഡ ട്രയാങ്കിൾ ജിന്നുകളുടെ താവളവാ. ജിന്നെന്ന് പറഞ്ഞാൽ പിശാചിന്റെ ബാധ എവിടെ ഉണ്ട്? ശാസ്ത്രജ്ഞന്മാര് ശരിവെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലൂടെ പറക്കണമെങ്കിൽ ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു, പിശാച് സ്വാധീനിക്കുന്നത് അവന്റെ അണികളെയാണ്. ഖുർആൻ മനഃപ്പാഠമാക്കിയ, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് അതിന്റെ മുകളിലൂടെ പറക്കാം. അങ്ങനെ ബർമുഡ ട്രയാങ്കിളിന്റെ മുകളിലൂടെ ഖുർആൻ വെച്ച് പറക്കാൻ കഴിയുന്ന ഒരു ഹാഫിദിനെ ഫാത്തിമ ഖുർആൻ അക്കാദമി നമുക്ക് സൃഷ്ടിച്ചെടുത്തു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ നടക്കുന്ന അത്ഭുതമാണ് ഞാൻ പറഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ ഖദർ നബിയെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാണണോ വേണ്ടേ? കാണണോ വേണ്ടേ? സലാം പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വരും മനുഷ്യരെ വരും. ഞാൻ നിർത്തുക, ഞാൻ തന്നെ ക്ഷീണിച്ചു കുഴഞ്ഞു. 2:30 എന്ന് പറഞ്ഞിട്ട് ഞാൻ 2:45. അദ്ദേഹം പറഞ്ഞ അനുസരിക്കില്ല. എനിക്ക് അദ്ദേഹത്തെ അത്ര ഇഷ്ടമുണ്ട്. എന്തിനു? ദീനിന്റെ പേര് അങ്ങനെയൊക്കെ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒരു വലിയ മനുഷ്യനെ അല്ലാഹു തൗഫീഖ് നൽകും. അല്ലാഹു തൗഫീഖ് നൽകണം. ഒരു വലിയ പണക്കാരനെ എനിക്ക് കോടിക്കണക്കിന് വേളയിലുണ്ട്. നഗരത്തിലെ അയാളുടെ ഒരു കടയുടെ വാടക മാത്രം 12 ലക്ഷം രൂപ ഒരു മാസം. റെസിഡൻസ് അസോസിയേഷൻകാർ മാസവരിയുടെ പിരിവിനാ പണക്കാരന് മുമ്പിൽ പോയി. അദ്ദേഹം ഇപ്പിച്ചിരി ടൈറ്റ, അടുത്ത മാസം വരാൻ പറയാം. മാസവരി എത്ര? 20 രൂപ. വെറുതെ പറഞ്ഞില്ല. അള്ളാഹു അതിനിടയിൽ വ്യത്യസ്തനായി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഖദർ നബിയെ കാണാൻ അള്ളാഹു തൗഫീഖ്, അള്ളാഹു ഖദർ നബിയെ കാണാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴാ കാണുക? പറയട്ടെ.
പറയട്ടെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു സഹാബി മരിച്ചു. സഹാബിയുടെ മയ്യത്തുമായി സഹാബത്ത് മയ്യത്ത് നിസ്കരിക്കാൻ വരുമ്പോ ഉമർ റളിയല്ലാഹു തആല ഖലീഫയാണ്. ഉമർ റളിയല്ലാഹു തആല മയ്യത്ത് നമസ്കാരത്തിന് തയ്യാറെടുത്തു. ആ സമയത്താണ് എല്ലാവരും മയ്യത്ത് നിസ്കാരത്തിന് ഒരുങ്ങി വരുമ്പോ അങ്ങനെ നിന്നതാ തേജസ്സാർന്ന രൂപത്തോടെ കുതിക്കുന്ന സൗന്ദര്യത്തോടെ തേജസ്സാർന്ന മുഖവുമായി ഒരു മനുഷ്യൻ ഓടി വരികയാണ്. അമീറുൽ മുഅ്മിനീനെ നമസ്കരിക്കരുത്, ഞാൻ കൂടി വന്ന് കൂടിക്കൊള്ളട്ടെയോ? ഒരാൾ ഓടി വരുന്നു. നാട്ടുകാരെ പുറത്തോട് നോക്കിയതാരാണ്? ആർക്കും ഇയാളെ മുൻപരിചയമില്ല. ഒരു വിദേശിയല്ല, യാത്ര ചെയ്ത് വന്ന അടയാളമില്ല, വസ്ത്രം ഉടഞ്ഞിട്ടില്ല. തേജസ്സാർന്ന രൂപത്തോടെ ഉമ്മ പ്രഭാതം പൊട്ടിവിടുന്നത് പോലെ ഒരു മനുഷ്യൻ വന്ന് ഓടി വന്ന് വധു എടുത്തു. അദ്ദേഹം വന്ന മയ്യത്തിന്റെ പുറകിൽ കൈകെട്ടി നമസ്കാരം നിർവഹിച്ചിട്ട് എല്ലാവരും സലാം വീട്ടുമ്പോ ആ മനുഷ്യനാ മരിച്ച സഹാബിയുടെ അടുക്കലിരുന്നൊരു പ്രത്യേക ദുആ ചെയ്തു. അല്ലാഹുവേ 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 അല്ലാഹുവേ, പടച്ചവനെ ഈ മനുഷ്യനൊരു പാവപ്പെട്ടവനാണ്. അല്ലാഹുവേ, ഇയാള് പാപം ചെയ്തവനാണെങ്കിൽ, അല്ലാഹുവേ അല്ലാഹുവേ ഇയാള് പാപം ചെയ്തവനാണെങ്കിൽ നീ ഇവന് പുറത്തു കൊടുത്തനേ തമ്പുരാനെ. നീ പുറത്തു കൊടുത്താൽ നിന്നോടാരും ചോദിക്കില്ല റബ്ബേ എന്നയാൾക്ക് വേണ്ടി ദുആ ചെയ്തു. ആ മനുഷ്യൻ പോകാൻ തിരിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളാരാ? നിങ്ങൾ ഈ നാട്ടുകാരനല്ലല്ലോ, നിങ്ങളെ ഇതേവരെ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ വന്ന് പെട്ടെന്ന് നിസ്കരിച്ചിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചിട്ട് പോകാൻ നിൽക്കുന്ന നിങ്ങളാരാ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യനോട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് അയാൾ പറഞ്ഞു, ഉമറേ, ഞാൻ ആരെന്നറിയോ? ഞാൻ നിന്റെ സഹോദരൻ ഖിദ്ർ നബിയാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞു. ഉമറേ, ഞാൻ ആരെന്നറിയോ? ഞാൻ നിന്റെ സഹോദരൻ ഖിദ്റാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ നിരപ്പെടുത്തണേ തമ്പുരാനെ. നാളെ അഹ്മദ് കബീർ മരിക്കില്ലേ? അബ്ദുള്ള സാഹിബ് മരിക്കില്ലേ? മരിച്ചെന്നറിഞ്ഞാല് നിങ്ങളും വരില്ലേ? ലക്ഷങ്ങൾ മയ്യത്ത് നിസ്കരിക്കുമ്പോ നമ്മുടെ പുറകില് കൈകെട്ടി നിസ്കരിക്കണം. നബിയുല്ലാഹി ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം. ഇതിനേക്കാളും വലിയൊരു ഭാഗ്യമേതാണുള്ളത്? ഇതിനേക്കാളും വലിയൊരു ഭാഗ്യമേതാണുള്ളത്? അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങൾക്കത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതിനെന്ത് ചെയ്യണം? മരണം നന്നാക്കണം, മരണം നന്നാക്കണം. ഏറ്റവും നല്ല മരണമേതാണ്? ഏറ്റവും നല്ല മരണമേതാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിച്ചതുപോലെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ പുറകിൽ നിന്ന് കത്തി കുത്തിയിറക്കുമ്പോ ചോരത്തുള്ളികൾ ഖുർആനിലേക്ക് വീണ് ആ ഖുർആൻ കെട്ടിപ്പിടിച്ച് മരിക്കണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൊളിത്തന്ന വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം 5 പ്രാവശ്യം നമ്മുടെ ഖബർ നമ്മളെ വിളിച്ചു പറയുന്നുണ്ട്. നമ്മളെ അടക്കുന്ന ഖബർ ഏതാണോ ആ ഖബർ പെങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് പരാതി വേണ്ട. ഒരു ദിവസം 5 പ്രാവശ്യം നമ്മുടെ ഖബർ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. അഹ്മദ് കബീറിനോട് വിളിച്ചു പറയുന്നുണ്ടടാ, നാളെ നീ ഒറ്റയ്ക്ക് വന്ന് കിടക്കേണ്ട വീടാണിത്. അതുകൊണ്ട് നീ വരുമ്പോ കൂട്ടിനൊരാളെയും കൂട്ടിയിട്ട് എന്റെ അടുക്കലേക്ക് വരണേ. ഖബർ വിളിച്ചു പറയുന്നത് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓർ കേൾക്കുന്നുണ്ട് നിങ്ങൾ ആ വിളി? ഒരു ദിവസം 5 പ്രാവശ്യം നമ്മുടെ അവനവന്റെ ഖബർ 5 പ്രാവശ്യം വിളിച്ചു പറയുന്നുണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇത് പറഞ്ഞ് സലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അതിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു സമ്മാനം ഞാൻ തരും, ഇല്ലേ? സമ്മാനമില്ലേ? എന്നിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ തന്നെ ഇരിക്കും. ഇതൊരു പുണ്യമായ സദസ്സ്, ഖുർആൻ തുടങ്ങിയ സദസ്സ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നിങ്ങളുടെ കാതിൽ എപ്പോഴും ഉണ്ടാകണം. ഖബർ വിളിച്ചു പറയും. ഇങ്ങനെ ഈ പൊട്ടിച്ചിരിയുടെ ഇടയിൽ നടക്കുമ്പോൾ നമ്മൾ ഓർക്കാറില്ല, നമ്മൾ അറിയില്ലല്ലോ നമ്മുടെ ഖബറിന്റെ തുണി ഒരുങ്ങുന്നുണ്ടെന്ന്. അടുത്ത തുണിക്കടയിൽ കഫൻ തുണി നമ്മളൊക്കെ ചിരിക്കുന്നുണ്ടെന്ന് എന്തേ ചെറുപ്പക്കാർ അറിയുന്നില്ല. കൂട്ടുകാരുടെ തോളിൽ കൈയിട്ടിട്ട് പൊട്ടിച്ചിരിച്ച് നടക്കുമ്പോ പൊട്ടിച്ചിരിക്കൽ ഇന്ന് പുതിയൊരു ഭാഷന, ചിരിക്കാത്തവന് സുബ്ഹാന റബ്ബി ഘോഷന. എത്ര മനോഹരമായിട്ടാ പറയുക. പഠിക്കും അൽ മവാഹിബുൽ ജലിയ. എത്ര സീരിയൽ കാണുന്ന സമയത്ത് ഇത് പഠിക്കും. തഴവ ഉസ്താദിന്റെ ബൈത്താണിത്, മലയാളം. എന്താ രസം. ഉമറാക്ക അധികവും വിവരമിൽ ജലാശയം ഭരിക്കുന്നതിന്നാന. എത്ര രസമാണ് കേൾക്കാൻ. പള്ളി പരിപാലിക്കുന്നവരെ കുറിച്ച് തഴവ ഉസ്താദ് എഴുതിയത് ഉമറാക്കളെ, സമുദായത്തിലെ ഉമറാക്കളെ കുറിച്ച്. ഉമറാക്കൾ അധികവും വിവരമിൽ ജലാശയം ഭരിക്കുന്നതിന്നാന. ഉമറാക്കൾക്ക് വിവരമില്ല. കമ്മിറ്റിക്കാരുടെ ചിന്ത എന്താ? പൈസ പിരിക്കുക, കല്യാണം നടത്തുക, സുന്നത്തിന് അനുവാദം കൊടുക്കുക. ഇതാണ് ജോലി എന്ന് ജമാഅത്തിന്റെ കമ്മിറ്റി തീരുമാനിച്ചു. ഹൗദിലെ വെള്ളം അതിപ്പോ ഏത് പേരായതിനും കഴിയും. മിക്ക പള്ളിയുടെ ഹൗദ് വെളിയില്ല. പക്ഷെ ഇവിടത്തെ ജമാഅത്ത് കമ്മിറ്റി ഒരു ഹിഫ്ദുൽ ഖുർആനിൽ തുടങ്ങുന്നു. അവർ പൂർണ്ണമായിട്ട് സഹകരിച്ചു. അല്ലാഹു തൗഫീഖ്. അതല്ല, അത് മാത്രമല്ല നമ്മുടെ ജോലി എന്നിവരെ തിരിച്ചറിഞ്ഞു. ഒരു വലിയ പിന്തുണ, അതൊരു വലിയ കാര്യം തന്നെയാണ്. അള്ളാഹു നല്ല പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കും. ചുരുക്കി പറഞ്ഞാൽ കുട്ട ചക്കൊത്തതാ, ചക്കയ്ക്ക് പറ്റിയ കുട്ടയും എന്നുള്ളതാ. അതിന്റെ കരവോസ്താദ് പറയുക. അള്ളാഹു പഠിക്കാൻ, ഇതൊക്കെ ഇനി പഠിക്കണം. ന്യൂ ജനറേഷൻ പഠിക്കേണ്ടത് ഇതാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പൊട്ടിച്ചിരിക്കൽ ഇന്ന് പുതിയൊരു ഭാഷന, ചിരിക്കാത്തവന് സുബ്ഹാന റബ്ബി ഘോഷന. പൊന്നുമോനെ, പൊട്ടിച്ചിരിച്ചു കൂട്ടുകാരുടെ തോളിൽ കൈകെട്ട് സെക്കൻഡ് ഷോയിൽ കണ്ട് കോഴിക്കോട് അപ്പനാ തിയേറ്ററിന്റെ ബാരിക്കേഡ് തകർത്തിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോ ചെറുപ്പക്കാരാ പൊട്ടിച്ചിരിച്ച് തോളിൽ കൈയിട്ടിട്ട് വിട പറഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ കോഴിക്കോട് അപ്സര തിയേറ്റർ, അപ്സരയല്ലേ? അങ്ങനെയല്ലേ? മുത്തക്കിങ്ങൾ അറിഞ്ഞൂടാ ഇരിക്കണ എന്തായാലും അപ്സര തിയേറ്റർ എന്താ തക്കുവ മക്കളെ. നിങ്ങൾ സ്വർഗത്തിലല്ലേ ഇപ്പൊ ആരാ പോകുക? അപ്സര തിയേറ്റർ എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഓ, ആണ്ടിപ്പട്ടിക്കാരൻ അണ്ണാച്ചിയുടെ സിനിമ റിലീസ് ചെയ്തു 40 കേന്ദ്രത്തിൽ അല്ലേ? ആണ്ടിപ്പട്ടിക്കാരൻ അണ്ണാച്ചി ഈർക്കിന് പറയിരിക്കുന്ന അണ്ണാച്ചി, ആണ്ടിപ്പട്ടിക്കാരൻ അണ്ണാച്ചി. അണ്ണാച്ചിയുടെ സിനിമ റിലീസ് ചെയ്തു. കോഴിക്കോട് അപ്സര തിയേറ്ററിൽ അടിയായി. രാവിലെ 5 മണിക്ക് ടിക്കറ്റ് കിട്ടാത്തവർ കിട്ടിയവർ അടിച്ചു. നീ കാണണ്ട. നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖിന്റെ സിനിമ ഇന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നീ അടിയായി. രാവിലെ 5 മണിക്ക് പോലീസ് വന്നു, 60 പേരെ അറസ്റ്റ് ചെയ്തു. 58 എണ്ണവും 5 മണിക്ക് വണ്ടിയായിട്ട് എത്ര നോക്കി. ഇവൻ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ നിനക്ക് വേണമെങ്കിൽ കഴിയും. അല്ലേ? അതല്ല അതിന്റെ അർത്ഥം. മോനെ, എന്ത് നിനക്ക് കിട്ടും? ചെറുപ്പക്കാരായി എന്തിനും കഴിയും. ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും മുല്ലതൻ പൂപോൽ ചിരിക്കും ഈ യൗവനം. ചുറ്റും കരുത്തുറ്റരേതു വിഘ്നങ്ങളും തട്ടിത്തകർത്തിടാൻ തോന്നൊരു യൗവനം. ഇല്ല തിരിച്ചിനി കിട്ടില്ലൊരിക്കലും മുല്ലതൻ പൂപോൽ ചിരിക്കും ഈ യൗവനം. മുല്ലപ്പൂ പോലെ ചിരിക്കുന്ന യൗവനമിന് തിരിച്ചു കിട്ടില്ല ചെറുപ്പക്കാരാ. അപ്സര തിയേറ്ററിൽ സിനിമയും കണ്ട് ചെക്കൻ ഷോ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ പൊട്ടിച്ചിരിച്ചിട്ട് കൂട്ടുകാരനോട് ഹായ് പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ആ ചിന്തയിൽ നീ അറിഞ്ഞോ ചെറുപ്പക്കാരാ? പൊട്ടിച്ചിരിച്ചു കൊണ്ട് നീ നെളിയുന്നു, കടയിൽ കബന്തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ച് കൊണ്ട് നീ നെളിയുന്നു, കടയിൽ കബന്തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ചിട്ട് നീ വീട്ടിലേക്ക് വരികയാണ്. കടയിൽ നിന്നിട്ട് കബന്തുണി നിന്നെ നോക്കി ചിരിക്കുകയാണ്. പൊട്ടിച്ചിരിച്ചും കൊണ്ട് നീ നെളിയുന്നു, മോളെ കടയിൽ കബന്തുണി നിന്നെയും നോക്കുന്നു. നീ ചിരിച്ചിട്ട് വരുമ്പോ കബന്തുണി ചിരിക്കുകയാണേ. ഈ ഉടയാട മാറ്റിയിട്ട് നാളെ നിന്നെ ഞാൻ പുറപ്പിച്ച് കിടക്കുമെന്ന്. നീ ആരാ പൊന്നുമോളെ? ചാടിക്ക
കളിക്കുന്നാടുമെന്നറിയുന്നു, അറിവിന്റെ കത്തിയും മറുവശം തേക്കുന്നു. എന്തൊരു വാക്കാണിത്! ഇതിന്റെ അപ്പുറത്തേക്ക് നീ എന്താണ് പറയേണ്ടത്? ചാടിക്കളിക്കുന്നാടുമെന്നറിയുന്നു, അറിവിന്റെ കത്തിയും മറുവശം തേക്കുന്നു. ആടുകൾ എന്നിട്ട് ചാടിക്കിടന്ന് തിമിർത്തുകയാണ് ആട്. അതിനെ കൊല്ലാനുള്ള കത്തി മറുവശത്ത് തേക്കുന്നത് ഈ പാവം ആട് കണ്ടില്ലല്ലോ. പൊട്ടിച്ചിരിച്ചപ്പോ നിന്റെ കഫംതുണി നീ കണ്ടില്ലല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലൊരാടാണ് ഹബീബേ അന്ത, ഇതുപോലൊരാടാണ് ഹബീബേ അന്ത, മുരടിച്ചു പോയി നിനക്ക് മുഴുവൻ ചിന്ത. ഇതുപോലൊരാടാണ് ഹബീബേ അന്ത. ഇങ്ങനെ ഒരാട്ടുകുട്ടിയാണ് നീ. മറുവശത്ത് കത്തിക്ക് മൂർച്ച കൂടുന്നതറിയാതെ കിണ്ണുന്നതെല്ലാം വാരി വലിച്ചിട്ട് കാലിന്റെ വെട്ടി ഓടുന്ന ആടിനെ പോലെയാണ് നീ. നിന്റെ കബർ 5 നേരം വിളിക്കുന്നുണ്ട്. നാളെ നീ ഒറ്റക്ക് വന്ന് കിടക്കണം. ആ സമയത്ത് കൂട്ടിനൊരാളെയും വിളിച്ചുകൊണ്ടേ നീ വരാവൂ. രണ്ടാമത് പറയും, ഞാൻ കൂരിട്ടിന്റെ സ്ഥലമാണ്, അതുകൊണ്ട് നീ വരുമ്പോ ഒരു ലൈറ്റും കയ്യിൽ പിടിച്ചിട്ടേ വരാവോ മോനെ. മൂന്നാമത് വിളിച്ചു പറയും, മണ്ണിന്റെ മെത്തയാണ് ഇതിന് വിരിച്ചിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നിനക്ക് കിടക്കേണ്ടതാണ്. ഒരു നല്ല വിരിപ്പും കക്ഷത്തിന് ചുമിച്ചിട്ടേ നീ ഇവിടേക്ക് വരാവൂ. ഖബറ് വിളിച്ചു പറയുകയാണ്, മണ്ണിന്റെ മെത്തയ്ക്ക് പകരം മണ്ണടിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബിൽ പെയിന്റിട്ടതാ. എടാ, മെത്ത മണ്ണാണ്. നീ വരുമ്പോ മരിച്ചിട്ട് വരുമ്പോ കിടക്കാൻ ഒരു വിരിപ്പും കൊണ്ടേ വരാവൂ. ഖബർ വിളിച്ചു പറയുന്നുണ്ട് ദിവസവും 5 നേരം. ഇത് കേട്ട ഒരാളാബി ചാടി എഴുന്നേറ്റ് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ കൂട്ടിനൊരാളെ കൂട്ടി പോണമെന്ന് പറഞ്ഞാൽ കൂട്ടിനാളാണ് നബിയേ, കൂട്ടിനാരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി സമർപ്പിക്കുകയാണ്. ഹബീബായ നബി പറഞ്ഞ ഖബറിൽ പോയി ഒറ്റയ്ക്ക് കിടക്കുമ്പോ മരിക്കുമ്പോ ഒരാളെ കൂട്ടിയിട്ടേ ഖബർസ്ഥാനിൽ ചെല്ലാവൂ. കൂട്ടാനാണ് നബിയേ. നിനക്ക് കഴിയുന്നത്ര ഈ ഖുർആൻ പഠിക്കുക. അതാണ് ഖബറിലെ കൂട്ടം നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ നഫ്സിനോടും നിങ്ങളോടും അവസാനിപ്പിക്കുക. ഖബർ 5 നേരം എന്നോടും നിങ്ങളോടും വിളിച്ചു പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് കിടക്കുക. വീടാണ്, ആരും കൂട്ടിനുണ്ടാവില്ല. വലത്തും മണ്ണ്, ഇടത്തും മണ്ണ്, മുകളിലും മണ്ണ്, താഴെയും മണ്ണ്. ഭാര്യയില്ല, മക്കളില്ല. ഒറ്റയ്ക്ക് കിടക്കുമ്പോ ഒരാളെ നീ നിന്റെ ജീവിതത്തിൽ കൂട്ടിയിട്ട് വരണേ. ഖബർ എപ്പോഴും വിളിക്കുന്നുണ്ട്. ആ കൂട്ടേതാ? ഫാത്തിമ ഹിഫ്ളുൽ ഖുർആനക്കാരൻ. ഇത് ഒറ്റയ്ക്ക് കിടക്കുന്ന വീട്ടിലേക്കുള്ള കൂട്ടാണ്. ഇത് പേരെടുക്കാനല്ല, പ്രശസ്തിക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. നാളെ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ അബ്ദുള്ള സാഹിബിനും എനിക്കും ഇതിന്റെ പ്രവർത്തകർക്കും ഇവിടെ എത്തിയ നിങ്ങൾക്കും ഒരു കൂട്ടായി ഫാത്തിമ എത്തട്ടെ. അല്ലാഹുവിനാക്കി തരട്ടെ, അല്ലാഹുവിനാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നില്ല. ഈ വർഷത്തെ ന്യൂ ഇയർ പ്രഭാഷണം ഡിസംബർ 30, 31 കോഴിക്കോട് ബീച്ചിലാണ്. ന്യൂ ഇയർ പ്രഭാഷണം തിരൂര് കഴിഞ്ഞ പ്രാവശ്യത്തെ ഐതിഹാസിക പ്രഭാഷണം. ന്യൂ ഇയറിന്റെ പ്രസംഗമാണ്. ഇനിയുള്ള വർഷം നന്നായിട്ട് ജീവിക്കാനുള്ള പ്രതിജ്ഞ. ഇപ്രാവശ്യം നിങ്ങളുടെ കൂടെ കോഴിക്കോട് എത്ര പേര് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. കോഴിക്കോടാണ് എല്ലാവരും എത്ര. ഫെബ്രുവരി 8, 9 ഇവിടെയുണ്ട് ഹുബ്ബ് റസൂൽ പ്രഭാഷണം. ഇനി ഞാൻ കോഴിക്കോടുകാരനാവാൻ പോകും. അള്ളാഹുവിനാക്കി തരട്ടെ. ഇത് കേട്ട എന്റെ ഭാര്യയ്ക്ക് പേടിയാണ്. എന്റെ അള്ളാഹു ഒക്ടോബർ 6, 7 കൊണ്ടുപോയിടും. ഒക്ടോബർ 6, 7 അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഈ സംരംഭം ഒരാൾ എഴുന്നേൽക്കുന്നത് അള്ളാഹു ഈ സംരംഭത്തെ വിജയിപ്പിച്ചു തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് തുടങ്ങാൻ ഒരു കുട്ടികളുമായി അള്ളാഹു വലിയ ആഗ്രഹത്തോടെ ഞാൻ ഇതിന്റെ ഒരു എളിയ പ്രവർത്തകനായി കൂടിയത് ഇവിടെ നിന്ന് വന്ന് എന്റെ വീട്ടുമുറ്റത്ത് വന്ന് എന്നെ വിളിച്ചിട്ടാതെ തുടങ്ങാൻ പോകാൻ കാരണക്കാരൻ നിങ്ങളാന്ന് പറയുമ്പോൾ ഏതായാലും ഫാത്തിമ ഹിഫ്ളുൽ ഖുർആൻ അക്കാദമിയിലെ എത്ര ആഫ്ലിങ്ങൾ പഠിച്ചാലും അതിന്റെ ഒരു ചെറിയൊരു അംശം എനിക്ക് കിട്ടില്ല. എന്റെ ഒരു ക്യാസറ്റാണ് ഇതിന് കാരണമാണ്. അല്ലേ അങ്ങനെയല്ലേ? കാലം തന്നെയാണ് സത്യമെന്ന എന്റെ ക്യാസറ്റാണ് ഇതിന് കാരണമാണ്. അദ്ദേഹത്തെ കേട്ടു, ഭാര്യയും കേട്ടു. ഇസ്മായിൽ നബിയെ വളർത്താൻ ഇബ്രാഹിം നബിയും ഹാജറയും ഒരുപോലെ പാടുക. അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തിന്റെ ഭാര്യയും
ഒരേപോലെ ഇതിനു വേണ്ടി തയ്യാറെടുത്തു. അള്ളാഹു അവർക്ക് ഇരുവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അള്ളാഹു നാളെ ഒരു ഹാഫിന് 40 പേരെ ശുപാർശ ചെയ്യാം. പക്ഷേ ഈ 50-40 അബ്ദുള്ള സാഹിബിന്റെ കൈ പിടിക്കും. അവർക്ക് എല്ലാ സൗകര്യങ്ങളും, ഇത്രയും നല്ല സൗകര്യമുള്ള ഹിഫ്ദുൽ ഖുർആൻ ഈ ഭാഗത്തുണ്ടാവില്ല. എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. അഡ്മിഷൻ കിട്ടാത്തവർ എന്റെ അടുക്കൽ എത്രയോ ആളുകൾ ഉസ്താദ് എന്ത് വേണേലും തരാം, ഒരു അഡ്മിഷൻ. അത്രയും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു സാർ അവരെ നിലനിർത്തി തരട്ടെ. മാതാപിതാക്കൾ പറഞ്ഞു ഉസ്താദ് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയി ഞങ്ങൾക്ക് ഒരു പേടിയില്ല, ഞങ്ങളുടെ വീടിനേക്കാൾ സുരക്ഷിതമാണ്. അത്രയും നല്ല അറ്റ്മോസ്ഫിയർ അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇൻഷാ അള്ളാഹ് എന്റെ സദസ്സിൽ ഞാൻ ഇനി നിങ്ങളോട് പറയുന്നത് ഈ ഹിഫ്ദുൽ ഖുർആന്റെ പുറകിൽ നിങ്ങൾ ഉണ്ടാവും. അതുണ്ടാവില്ല. എന്റെ സദസ്സിൽ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. 6666 രൂപ എന്റെ സദസ്സിൽ ധാരാളം ആളുകൾ സദക്ക ഇപ്പോഴും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ 30,000-ലധികം ആളുകൾ നൽകിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം 20 വർഷമായി കുട്ടികളില്ലാത്തവർ ഈ സദക്ക കൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു സാലിഹായ സന്താനത്തെ ആമാശയത്തിൽ ക്യാൻസർ വന്നിട്ട് ദുർഗന്ധം വമിച്ച് താഴോട്ട് പോയവർ അവർ ഈ സദസ്സ് കൊണ്ട് 30,000-ലധികം ആളുകൾ. ഞാൻ ഏത് സദസ്സിൽ പോയാലും 6560 ഇവിടെ കൊണ്ടുവന്ന് തന്നത് അതിന്റെ ഗുണമുള്ളതുകൊണ്ട്. വസ്തു വിൽക്കാൻ കഴിയാതെ കടബാധ്യത 18 വർഷം വിൽക്കാതെ കേട്ട വസ്തു ഈ ഒരു നേർച്ച കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, ഒരു രോഗം വരുമ്പോ, ഒരു വസ്തു വിൽക്കാതെ പോകുമ്പോ 6666 ഇൻഷാ അല്ലാഹ് ഫാത്തിമ ഹിഫ്ദുൽ ഖുർആൻ അക്കാദമിയിലേക്ക് നേർച്ചയാക്കുക. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഓഫീസിൽ സെക്രട്ടറിയുടെ ചെയർമാൻ എപ്പോഴും ഉണ്ട്, കൊടുത്തിട്ട് എടുത്താൽ എല്ലാ ഭാഗത്തിലും ഇൻഷാ അല്ലാഹ് ഞാൻ വാച്ച് അള്ളാഹു ബന്ധത്തെ നിലനിർത്തി തരട്ടെ. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഈ ഒരു പോണി എന്നൊക്കെ പറയാം, ഒരു ദിവസം 1 രൂപ, 1 രൂപ നിങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലത അനുസരിച്ച് ഒരു ദിവസം 10 റുപ്യ ഖുർആൻ പഠിക്കാൻ. ഇതൊരു ബാധ്യതയാണ്. ഖുർആൻ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം 10 റുപ്യ അള്ളാഹുവെ ഞാൻ ഇതിലിടുക. 10 റുപ്യ ഒരു കൂലിപ്പണിക്കാരനും കഴിയില്ല. ഇതിലിട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളത് എന്താ പറയുമ്പോൾ കൊണ്ടുവരും. രണ്ടാമത് വാങ്ങുന്ന കൂടാതെ എല്ലാവരും കയ്യിലും ഈ സാധനം വരും. ഒരു 10 റുപ്യ സഹോദരിമാരും 10 മനോരമ മേടിക്കുന്ന പൈസ ഇതുകൊണ്ടോട്ട് 3 വെട്ടിട്ട് ജീരകം വെക്കുന്നില്ല.